ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് നോമ്പിൻ്റെ 39-ാം ദിവസം. ഇന്നത്തെ ചെറിയ ചിന്ത വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 41 മുതൽ 44 വരെയുള്ള വാക്യങ്ങളെ ആധാരമാക്കിയാണ്. നിർധനയായ വിധവ ദേവാലയത്തിൽ സമർപ്പിച്ച 2 ചില്ലിക്കാശാണ് ഇന്നത്തെ വേദഭാഗത്തിൻ്റെ പ്രധാന ഇതിവൃത്തം. ആ വിധവയായ സ്ത്രീയിലേക്ക് നമുക്കൊന്ന് നോക്കാം. തങ്ങൾക്കുള്ളതിൽ നിന്ന് ദാനം ചെയ്ത മനുഷ്യർക്കിടയിൽ തനിക്കുള്ള സർവസ്വവും ദൈവത്തിനായി നൽകിയ ഒരു വിധവയായ സ്ത്രീ. അവൾ നൽകിയത് 2 ചില്ലിക്കാശ് ആണെങ്കിലും അതിനെ വ്യത്യസ്തമാക്കുന്നത് അവൾ തനിക്കുള്ള സർവവും ദൈവത്തിന് നൽകി എന്നുള്ളതാണ്. മറ്റുള്ളവർ തങ്ങൾക്കുള്ളതിൻ്റെ ഒരു വിഹിതം നൽകിയപ്പോൾ ഉള്ളതിനെ മുഴുവനായി നൽകുവാൻ പറ്റുന്നത് സ്വയം സുരക്ഷിതത്വം നോക്കാത്തവർക്ക് മാത്രമാണ്. നാളെയെപ്പറ്റി ചിന്താഭാരം ഇല്ലാത്തവരും ദൈവം കരുതിക്കൊള്ളും എന്ന് വിശ്വാസം ഉള്ളവർക്കും മാത്രമേ ഇത്തരത്തിലൊരു സമർപ്പണത്തിന് സാധിക്കുകയുള്ളൂ. ഈ നോമ്പുകാലത്ത് നമുക്ക് ദൈവത്തിന് എന്തൊക്കെ സന്തോഷത്തോടെയും പൂർണ്ണ മനസ്സോടെയും കൊടുക്കുവാൻ സാധിക്കുമെന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. മറ്റുള്ളവർ എന്തു കൊടുക്കുന്നു എന്നുള്ളതിനേക്കാൾ എനിക്കെന്തു കൊടുക്കുവാൻ സാധിക്കും, എനിക്കെന്തു ചെയ്യുവാൻ സാധിക്കുമെന്ന് നമുക്ക് ദൈവസന്നിധിയിൽ ചിന്തിക്കാം. നമ്മൾ എന്തു ചെയ്യുമ്പോഴും ദൈവസന്നിധിയിൽ ദൈവം കാണുന്നു എന്ന ബോധ്യത്തോടെ നമ്മുടെ ഈ ചെറിയ ജീവിതം നമുക്ക് ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ഈ അടുത്ത സമയത്ത് സിവിൽ സർവീസ് പരീക്ഷയിൽ ആദ്യ ശ്രമത്തിൽ തന്നെ 57-ാം റാങ്ക് ലഭിച്ച ശ്രീജയുടെയും ശ്രീജയുടെ മാതാപിതാക്കളുടെയും അനേക ഇൻ്റർവ്യൂകൾ കാണാനിടയായി. മാതാപിതാക്കളുടെ ആ സാമ്പത്തിക കുറവിൻ്റെ ഇടയിലും സന്തോഷത്തോടെ ഉള്ളതിൽ സന്തോഷിച്ചും ദൈവത്തിന് നന്ദി പറയുകയും ഉള്ളതിൽ തൃപ്തിപ്പെട്ട് ദൈവത്തിന് ഉള്ളതിൻ്റെ വിഹിതം കൊടുക്കുകയും ചെയ്യുന്ന ആ കുടുംബത്തിൻ്റെ ദൈവിക സ്നേഹം കാണുവാൻ ഇടയായി. നമുക്കും ഇല്ലായ്മയുടെ നടുവിലും ദൈവത്തിന് ഏറ്റവും ബെസ്റ്റ് കൊടുക്കാം. ഈ വിധവയായ സ്ത്രീയുടെ ചില്ലിക്കാശ് പോലെ ദൈവം മാനിക്കുന്നത് സർവ്വസദാദാനങ്ങളെ മാത്രമാണ്. ഈ നോമ്പ് കാലഘട്ടത്തിലും നമ്മെ തന്നെ സമർപ്പിക്കുവാൻ, നമുക്കുള്ളതിൽ നിന്ന് ദൈവത്തിന് സമർപ്പിക്കാതെ നമ്മളെ തന്നെ ദൈവത്തിന് സമർപ്പിക്കാൻ കഴിയണം. ദൈവത്തിൽ നിന്നുള്ളത് മാത്രം ആഗ്രഹിക്കാതെ, ദൈവമേ നീ തന്നെ എൻ്റെ ഹൃദയങ്ങളിലേക്ക് ഇറങ്ങി വരണമെന്ന് പ്രാർത്ഥിക്കുവാൻ നമുക്ക് കഴിയണം. ഈ ചെറിയ ചിന്തയാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.